അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്ക് സമർ മീഡിയ പ്രൊഡക്ഷൻസിന്റെ റയ്യാൻ റമളാനിലേക്ക് സ്വാഗതം. റമളാൻ വിട പറയുകയാണ്. നമുക്കും വിട പറയാനായി എന്നാണ് റമളാൻ ചിന്തകൾ എന്ന ഗ്രന്ഥത്തിന്റെ അവസാനത്തിൽ താങ്കൾ കുറിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സന്ദർഭം? ശരിയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു മേഘദൂതുമായി വന്ന വിശുദ്ധ റമളാനിൻ്റെ പുണ്യദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീണ് കഴിഞ്ഞു. ഈ വർഷത്തെ റമളാൻ ലോകത്തോട് വിട പറയുകയാണ്. വിട പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു അതിഥിയെ യാത്രയയക്കുന്ന ഒരു മനസ്സാണ് ഉണ്ടാവുക. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്ത് അനുഗ്രഹം വിതറിയ ഒരു അതിഥിയാണ് നമ്മോട് വിട ചോദിക്കുന്നത്. ഈ ഒരു പരിപാടിയുടെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രിക സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, മനുഷ്യന് നന്മകൾ വിതറുന്ന ഒരു മാസമാകണമേ എന്ന പ്രവാചകൻ്റെ പ്രാർത്ഥന കടമെടുത്തുകൊണ്ട് ആ ഒരു മനസ്സോടുകൂടിയാണ് നമ്മൾ ഒരു മാസക്കാലം കടന്നു പോന്നിട്ടുള്ളത്. ഇപ്പോൾ റമളാൻ മാസം നമ്മളിൽ എന്തുണ്ടാക്കി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്ത് പുതിയ അനുഗ്രഹ വർഷം തന്നെയാണ് റമളാൻ നടത്തിയിട്ടുള്ളത്. മാനവരാശിയിൽ ഒരു പുതിയ ദിശാബോധം റമളാൻ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പൈശാചികതയിലേക്ക് പോയ മനുഷ്യനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് സ്വർഗപാതയിലേക്ക് എത്തിച്ചു എന്നത് റമളാൻ നമ്മോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പുണ്യമാണ്. ഒരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഒരുപാട് വൈകൃതങ്ങളുള്ള, ഒരുപാട് ക്രമക്കേടുകളുള്ള ഒരു ജീവിതത്തെ വിശുദ്ധ റമളാൻ അതിൻ്റെ മൂശയിലിട്ട് വാർത്തെടുത്ത് ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുകയാണ് ഒരു മാസക്കാലം കൊണ്ട് ചെയ്തിട്ടുള്ളത്. പിശാചിൽ നിന്ന് അകലം കുറച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചു. നരകത്തിലേക്കുള്ള വഴി കുറച്ച് സ്വർഗത്തിലേക്കുള്ള വഴി അടുപ്പിച്ചു. ഒരുപാട് നന്മകൾ ഇവിടെ മുളപൊട്ടി. മനുഷ്യരിൽ കാരുണ്യവും ആർദ്രതയും ഒക്കെ ഉണ്ടായി. ഒരുപാട് പാവങ്ങൾക്ക് ലോകാടിസ്ഥാനത്തിൽ അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. ഒരു നീർച്ചോലയായി, കാട്ടരുവിയായി, തോടായി, പുഴയായി, കടലായി, സാഗരമായി നമ്മളിൽ നിന്ന് നന്മകൾ ഇവിടെ പെയ്തിറങ്ങി. ഇതൊരു ചെറിയ ഒരു കാര്യമല്ല. തീർച്ചയായും ലോകത്തിന് ഇതിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ മനുഷ്യൻ മാറാൻ തീരുമാനിച്ചാൽ ഈ റമളാനിൻ്റെ സുന്ദരമായ സരണിയിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ദൃഢപ്രതിജ്ഞ മനുഷ്യൻ എടുക്കുകയാണെങ്കിൽ അത് വലിയ ഒരു മാറ്റമായിരിക്കും. അശാന്തിയുടെ ലോകത്ത്, കരുണ വറ്റിപ്പോയ ഒരു ലോകത്ത്, മനുഷ്യത്വം മരിച്ചുപോയ ഒരു ലോകത്ത് വിശുദ്ധ റമളാൻ അതിൻ്റെ വിട പറഞ്ഞു പോകുന്ന ആ ചന്ദ്രക്കല മാഞ്ഞു പോകുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു പോകുന്നത്, നമ്മുടെ മനസ്സ് തേടുന്നത് ഈ ഒരു ചന്ദ്രക്കല മായാതെ മറയാതെ നമ്മോടൊപ്പം ഉണ്ടാകണമേ എന്നാണ്. റാ എന്ന ഒരു അക്ഷരം എഴുതുന്നത് പോലെയാണ് ചന്ദ്രപ്പൊട്ട്, റമളാനിൻ്റെ ചന്ദ്രപ്പൊട്ട് വന്നത്. അത് റമളാനിൻ്റെ ഒരു ചന്ദ്രപ്പൊട്ടായിരുന്നു. ഇത് മാഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന, മനുഷ്യർ ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ള, വീണ്ടും സ്വാംശീകരിച്ചിട്ടുള്ള നന്മകൾ മാഞ്ഞു പോകരുത് എന്നാണ്. റമളാൻ പോകുമ്പോൾ വരുന്നത് ഈദാണ്, പെരുന്നാളാണ്. ആ പെരുന്നാളാണ് ഇനി ബാക്കിയുള്ള റമളാന് ശേഷമുള്ള ദിനങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്.
അപ്പം മായാതെ മറയാതെ റമദാനിൻ്റെ പുണ്യങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുകയും എന്നും പെരുന്നാളാകുന്ന ഒരു സന്തോഷം മനുഷ്യർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. ഇത് സാഹോദര്യത്തിൻ്റെ ഒരു മാസമാണ്. ഷഹറുൽ മുവാസാത്ത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റമദാനിലൂടെ വളരെ അടുത്തിട്ടുണ്ട്. അള്ളാഹുവിലേക്കടുത്തു, നന്മയിലേക്കടുത്തു, മനുഷ്യരിലേക്കടുത്തു, ഹൃദയങ്ങളിലേക്ക് നമ്മൾ അടുത്തിട്ടുണ്ട്. നമ്മളുടെ എല്ലാ തരത്തിലുള്ള മൃഗീയ സ്വഭാവങ്ങളും അതിൻ്റെ തൂവൽ പൊഴിച്ച് ഒരു പുതിയ തൂവലും സൃഷ്ടിച്ച് ഒരു പുതിയ മനസ്സും ഒരു പുതിയ ശരീരവും ഒരു പുതിയ ആവേശവുമായിട്ടാണ് വിശ്വാസി ലോകം റമദാനോട് വിട പറയേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ അത് ലോകത്ത് വലിയ ഒരു അത്ഭുതം തന്നെയായിരിക്കും. എന്താണോ മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയത് അതാണ് റമദാൻ തിരിച്ചെടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നന്മയുടെ തുരുത്തിൽ നിൽക്കുകയാണ് വേണ്ടത്. 11 മാസം ഹറാമിൽ കുളിച്ചവരോട് കയറി വരൂ ഈ പച്ചത്തുരുത്തിലേക്ക്. ഇനി നമുക്ക് ഈ തുരുത്തിൽ 1 സെൻറ്റ് ഭൂമിയാണെങ്കിലും ആ സ്വർഗീയ തുരുത്തിൽ ഒരു കുടില് വെച്ച് കൂടാം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത നിശ്ചയമായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് വിട പറയുന്ന റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം നമ്മൾ ചിന്തിക്കുന്നത്, ലോകം ചിന്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ റമദാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. റയ്യാൻ റമദാനും വിട പറയാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസി ലോകത്തിന് വഴിവെളിച്ചമായി റമദാൻ ചിന്തകൾ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള ഈ പരിപാടി ചെറുതായ ഒരു സ്വാധീനമെങ്കിലും നൽകാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്.